ഭാഷയുടെ വലിയ തമ്പൂരാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്നെ ചിലടത്ത് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ സദസ്സ് നമ്മളെന്തോ വലിയ തമാശകളൊക്കെ പറയും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് യേശാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഇൻട്രൊഡക്ഷൻ. എന്താ പേര് മോനെ? അല്ല, താങ്ക് യു. ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വേദി, സദസ്സ്. ഇവിടെ 3 ദിവസങ്ങളിലായിട്ട് ക ഖ ഗ ഉച്ചാരണം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു സാഹിത്യ ഉത്സവം നടക്കുകയാണ്. ഞാൻ പ്രൗഢഗംഭീരമായ വേദി എന്ന് പറഞ്ഞത് ഈ വിശിഷ്ട സാന്നിധ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ വേദിയിലുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനായിട്ട് ഞാൻ കാണുകയാണ്, ശ്രീ VR സുധീഷ്. അദ്ദേഹം 80കളിലും 90കളിലും ഒക്കെ മലയാളത്തിൻ്റെ ഭാവുകത്വത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ച നിരവധി കഥകളുടെ കഥാകാരൻ. ഇപ്പോഴും അദ്ദേഹം മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ വരണമെന്ന സ്നേഹത്തോടെ എന്നോട് നിർബന്ധിച്ചത്. ശ്രീ ആരിഫ്, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അദ്ദേഹം മുൻ MP എന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. ഞാനിപ്പോഴും ഒരു MP ആണ് അദ്ദേഹം എന്നാണ് നമ്മുടെ ഒരു മനസ്സിൽ. CS ഹാരിഷ്, അദ്ദേഹം മലയാള നോവൽ ചരിത്രത്തിലൊരു വലിയ സംഭവമായി മാറിയ ആളാണ്. ഗോപേട്ടനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള വാഗ്മിയും രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഔദ്യോഗിക സ്ഥാനം, നമ്മുടെ അതെ ജില്ലാ പഞ്ചായത്ത്, ഞാൻ ജില്ലാ പഞ്ചായത്ത് എന്നാണ് പറയുന്നത്, അതൊക്കെ വഹിക്കുന്ന എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള വ്യക്തിത്വം. സന്ധ്യേച്ചി, ഞാൻ സ്കൂൾ ഡ്രാമയിൽ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബാച്ചാണെന്ന് തോന്നുന്നല്ലേ, ഞാനൊക്കെ 7ാമത്തെയോ മറ്റോ ബാച്ചാണ്. അപ്പോൾ അന്നേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും G. ശങ്കരപ്പിള്ള സാർ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനാടകാചാര്യൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിട്ട് ഞാനൊക്കെ സ്കൂൾ ഡ്രാമ ചെല്ലുമ്പോൾ സന്ധ്യേച്ചിയുടെയൊക്കെ അഭിനയത്തിൻ്റെ അപാരമായ അനുഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നത് കേട്ടാണ് ഞങ്ങളുടെ വേദിയിലുണ്ട്. ഇന്നിപ്പോൾ ആദരിക്കപ്പെടുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ കരുനാഗപ്പള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ആത്മബന്ധമുള്ള ഒരിടമാണ്. അതിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഹമ്മദ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ, അദ്ദേഹം ഞാൻ ഡ്രാമ സ്കൂളിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ വർഷമായിരുന്നു. പക്ഷെ പിന്നീടും അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പസിൽ തുടരുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് എത്രയോ കാലം ഞങ്ങൾ ഒന്നിച്ച് നിരവധിയായിട്ടുള്ള നാടക പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ശ്രീ PJ രാധാകൃഷ്ണൻ തൊട്ടപ്പെടുത്ത തഴവ, അദ്ദേഹം സ്കൂൾ ഡ്രാമയിലുണ്ടായിരുന്നാണ്. പിന്നീട് ദൂരദർശനിൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ, ഒരുപാട് പേർ. നമ്മൾ അനിൽ V. നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രശസ്ത സംവിധായകൻ തുടങ്ങി ഇവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ഒരു സാഹിത്യോത്സവം നടക്കുമ്പോൾ വർത്തമാനകാലം ഇത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, കൂടിച്ചേരലുകൾ, ഇങ്ങനെയുള്ള സദസ്സുകൾ വർത്തമാനകാലം ആവശ്യപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും കലാകാരൻ്റെയും എഴുത്തുകാരൻ്റെയും ഒക്കെ ആവിഷ്കാരങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലം. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്നൊക്കെ ചിലർ തീരുമാനിക്കുന്നു, എന്ത് ഉടുക്കണം, അതെങ്ങനെ ഉടുക്കണം എന്നൊക്കെ ചിലർ തീരുമാനിക്കുന്ന ഒരു കാലം. അവിടെ കലാകാരൻ എന്ത് ആവിഷ്കരിക്കണം, എഴുത്തുകാരൻ എന്ത് എഴുതണം എന്ന് ചിലർ നിഷ്കർഷിക്കുന്ന ഒരു കാലം. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് പോലും ചിലർ തീരുമാനിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾ അത് അവർ ചിന്തിക്കുന്ന അവരുടെ ചിന്തകളാകണം എന്ന് പോലും ചിലർ ശഠിക്കുന്ന വളരെ അപകടം പിടിച്ച ഒരു കാലത്താണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം
സദസ്സുകൾ അത് ഒരു വലിയൊരു പ്രതിരോധം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു സാംസ്കാരിക പ്രതിരോധമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ആയുധമാണ് സംസ്കാരവും കല, സാഹിത്യം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഫാസിസം ഏറ്റവും അധികം ഭയക്കുന്നത് എഴുത്തുകാരന്റെ തീക്ഷ്ണമായ വാക്കുകളെയും കലാപ്രവർത്തകരുടെ, കലാകാരന്മാരുടെ തീവ്രമായ ആവിഷ്കാരങ്ങളെയും ഒക്കെയാണ്. അതവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും, അവരുടെ ഉറക്കം കെടുത്തും. അതുകൊണ്ടാണ് അത്തരം എതിർ ശബ്ദങ്ങൾ, അവർക്കെതിരെ ഉയരുന്ന ചില ശബ്ദങ്ങളൊക്കെ അവർ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഗൗരി ലങ്കേഷും ദബോൽക്കറും അങ്ങനെ ആ പരമ്പരയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരേറ്റവും അധികം ഭയപ്പെടുന്നതാണ്. മനുഷ്യൻ അക്ഷരങ്ങളുടെയൊക്കെ ശക്തി തിരിച്ചറിയുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആർജവത്തോടെ ഇടപെടുമ്പോൾ അത് അവരെ വല്ലാതെ അസ്വസ്ഥമാക്കും. ഇവിടെ ഇതും ആ അർത്ഥത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധമായിട്ട്, സാംസ്കാരിക പ്രതിരോധമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സദസ്സുകൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അക്ഷരത്തിന്റെ ശക്തി എന്നതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ നമ്മുടെയൊക്കെ ഒരു നിരാശപ്പെടുത്തുന്നത് പുതിയ തലമുറയൊക്കെ ഈ അക്ഷരങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലം. അക്ഷരങ്ങൾ ഞാനിപ്പോൾ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കില്ല. പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ വിലപിക്കുമ്പോഴും തീർച്ചയായും വായന മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇന്നിപ്പോ ഈ റീഡിങ്ങിലൊക്കെ കുറെ പേരൊക്കെ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും പഴയതുപോലുള്ള അത്തരം ഒരു ആഭിമുഖ്യം പുസ്തകങ്ങളോട്, കലാപ്രവർത്തനങ്ങളോട്, നാടകങ്ങളോട് ഒക്കെ പുതിയ തലമുറയ്ക്ക് ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വായനശാലകളിലൊക്കെ പലപ്പോഴും പോയി ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ വലിയ ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം അധികം കാണാനില്ല. ഉണ്ടാവുമായിരിക്കും, ഇടയ്ക്കൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അവരൊക്കെ മറ്റു പലതിൻ്റെയും ഒരു പുറകെ ഇങ്ങനെ അന്ധമായി പായുന്നതായിട്ടാണ് എനിക്കൊരു ആശങ്ക. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ കോവിഡ് കാലത്തിനൊക്കെ മുമ്പ്, കോവിഡിനെ കുറിച്ച് മുമ്പാണ്, ഒരു ഗ്രന്ഥശാലയുടെ വാർഷികത്തിന് പോയി. അത് 75 വർഷം ആഘോഷിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ്. അപ്പൊ ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ ചെന്നു. ഞാൻ നോക്കുമ്പോൾ ഈ സംഘാടകരെ വളരെ നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ആ പ്രദേശത്തിന്റെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമായിരിക്കും അവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ആ നാടിന്റെ ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും വലിയ പുണ്യമാണ്. ഞാൻ ആ പ്രതീക്ഷയോടെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സദസ്സിൽ ആ ഗ്രന്ഥശാലയേക്കാൾ പ്രായമുള്ള കുറെ മനുഷ്യരുടെ സാന്നിധ്യമാണ് ഞാൻ കണ്ടത്. ഈ അക്ഷരങ്ങളോടുള്ള പ്രണയം, അക്ഷരം അതൊരു ലഹരിയായി കൊണ്ട് നടക്കുന്ന ആ വലിയ മനുഷ്യരോട് ഉള്ള എല്ലാ ആദരവും ഉള്ളിൽ നിറച്ചുകൊണ്ട് തന്നെ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഈ നാട്ടിൽ ചെറുപ്പക്കാരും ഇല്ലേ? കാര്യം അവിടെ ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യവും കാണുന്നില്ല. നാളെ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ നാട്ടിലെ നമ്മുടെ കുട്ടികളല്ലേ, ചെറുപ്പക്കാരല്ലേ? അക്ഷരത്തിന്റെ അഗ്നിയിൽ നിന്ന് പുതുചിന്തകൾക്ക് തീപടർത്തി അത് വരും കാലങ്ങളിലേക്ക് പടർത്തേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരല്ലേ? അവരുടെ സാന്നിധ്യം അങ്ങനെ അധികം കാണുന്നില്ലല്ലോ എന്ന് വളരെ നിരാശയോടുകൂടി ഞാൻ ചോദിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞ മറുപടി, അന്ന് തൊട്ടപ്പുറത്തൊരു സിനിമാ തിയേറ്ററിൽ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുക, ഏതൊരു അന്യഭാഷാ ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കരുതി നമ്മുടെ കുട്ടികളൊക്കെ ഈ സിനിമ കാണാൻ പോയിരിക്കും എന്നാണ്. പക്ഷെ സംഘാടകർ പറഞ്ഞ മറുപടി അതല്ല. അവർ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാർ ആ തിയേറ്ററിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സിനിമയിലെ നായക നടന്റെ ഒരു പടുകൂറ്റൻ കട്ടൗട്ടിന്റെ മുകളിൽ മിൽമയുടെ കവർപ്പാല് വാങ്ങി പൊട്ടിച്ച് പാലഭിഷേകം നടത്താൻ നമ്മുടെ കുട്ടികൾ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ വല്ലാതെ ഞാനിത് ഒട്ടും ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല, ഇത് കോവിഡിന് തൊട്ട് മുമ്പുള്ളൊരു കാലമാണ്. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അന്ന് ഈ പാലക്കാടിനടുത്തോ മറ്റോ ഇങ്ങനെ ഒരു പാലഭിഷേക ശ്രമത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫ്ലക്സ് കട്ടൗട്ടിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ്.
ഞാൻ ആ നിമിഷം ഒന്ന് അവിടെ ആ വേദിയിൽ ഇങ്ങനെ ആലോചിച്ചു, പട്ടിണിക്കാരായ മനുഷ്യ, നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പുസ്തകം, അത് നിന്റെ പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞ മഹാനായ വിശ്വസാഹിത്യകാരൻ, മഹാനായ നാടകകാരൻ ബർത്തോൾഡ് ബ്രെക്റ്റിന്റെ വാക്കുകൾ ഞാൻ ഓർത്തു. ഞാനൊരു ചക്രവർത്തി ആയിരുന്നില്ലെങ്കിൽ ഞാനൊരു ലൈബ്രറിയനാകുമായിരുന്നു എന്ന് പറഞ്ഞ നെപ്പോളിയൻ ചക്രവർത്തിയുടെ വാക്കുകൾ ഞാൻ ഓർത്തു. ഒരായുഷ്കാലം മുഴുവൻ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രന്ഥശാലകൾ നിർമ്മിക്കാൻ വേണ്ടി ഓടി നടന്ന ഒരു ജീവിതമുണ്ട്. ഇതിനുവേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതം, വായനയുടെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവധൂതനെ പോലെ ഇങ്ങനെ ഓടി നടന്ന ഒരു മനുഷ്യൻ. നമ്മൾ വായനാ ദിനം ജൂൺ 19 ആചരിക്കുന്ന മഹാമനുഷ്യൻ PN പണിക്കർ സാറിനെ കുറിച്ച് ഞാൻ ഓർത്തു. നമ്മുടെ ചെറുപ്പക്കാർ എന്താണ് അവരിങ്ങനെ, ഞാനൊരു സ്വയം വിമർശനമായിട്ട് കൂടെ തന്നെയാണ് പറയുന്നത്. ഞാനൊക്കെ അഭിനയിക്കുന്ന ഒരു 3ാം തരം 4ാം കിട സിനിമകളിലെ അഭിനയം അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ ഉദാത്തമായ കലാസൃഷ്ടികളാണ് എന്ന് കരുതുന്ന ഒരു തലമുറയെ കുറിച്ചാണ്. അതിലെയൊക്കെ നായക നടന്മാരുടെയൊക്കെ വേഷം പോലും അന്ധമായി അനുകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യുവതലമുറ. അവരിതൊക്കെയാണ് ഉദാത്തമായ കല എന്നൊക്കെ ധരിച്ചു വശായിരിക്കുകയാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ സന്ദേശിക്കൊക്കെ അറിയാമാകും, അന്ന് ഈ കൂടിയാട്ടത്തിന്റെ മഹാകുലപതി മാണിമാധവ ചാക്കയുടെ ഒരു ക്ലാസ്, ഒരു ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ച അഭിനയത്തിന്റെ ലോകോത്തര വിസ്മയമാണത് അന്ന് കണ്ടത്. ഈ മുഖത്തിന്റെ പേശികളിൽ ഒരു നിമിഷത്തിന്റെ ദശാംശങ്ങളിൽ ഇങ്ങനെ മിന്നിമറയുന്ന നവരസങ്ങൾ അത്ഭുതത്തോടെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂ. അദ്ദേഹം അത് കാട്ടി. കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചെറിയ ചലനം കൊണ്ട്, കൈവിരലുകളുടെ ചെറിയ ചലനം കൊണ്ട് ഒരു ചിത്രശലഭം ഇങ്ങനെ പറന്നു വരുന്നതും അതൊരു അഗ്നികുണ്ഡത്തിൽ വീണ് ജ്വലിക്കുന്നതും വളരെ അനായാസമായി കാണിക്കുന്ന അഭിനയത്തിന്റെ മഹാ അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. മുഖത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു ഭാവവും മറ്റൊരു ഭാഗം കൊണ്ട് മറ്റൊരു ഭാവവും ഒരേ സമയം കാണിക്കുന്ന ആ ഭാവാഭിനയത്തിന്റെ അപാര വിസ്മയം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ കഥകളി പോലുള്ള കൂടിയാട്ടത്തിലൊക്കെ മഹാകലാകാരന്മാർ എത്രയോ ഉള്ള ഒരു നാടാണ് നമ്മുടേത്. കൈലാസ പർവ്വതമൊക്കെ ഇങ്ങനെ കൈകളിൽ എടുത്തിട്ട് അമ്മാനമാടുമ്പോ കൈലാസ പർവ്വതത്തിന്റെ എല്ലാ ഗരിമയും അനായാസം നമ്മളെ അനുഭവിപ്പിക്കുന്ന മഹാനടന്മാർ, ലോകവിസ്മയങ്ങളായിട്ടുള്ള മഹാനടന്മാർ, അവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നാടകത്തിൽ എത്ര മഹാനടന്മാരുണ്ട്. ഈ 2-2.5 മണിക്കൂർ ഇങ്ങനെ നിന്ന് ഒരേ കഥാപാത്രത്തിന്റെ നൈരന്തര്യം, ആ വൈകാരികമായ അതിന്റെ ഭാവങ്ങൾ, അതിന്റെ ആ പരിണാമഗുപ്തിയിൽ എത്തിക്കുന്നത് വരെയുള്ള ഇങ്ങനെ അനായാസമായി അവതരിപ്പിക്കുന്ന എത്രയോ മഹാനടന്മാർ നാടകവേദിയിലുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത അംഗീകാരവും പ്രശസ്തിയും ഒക്കെ എന്നെ പോലെ ചില ടെലിവിഷനിലോ സിനിമകളിലോ ഒക്കെ അഭിനയിക്കുന്നവർക്ക് കിട്ടുമ്പോൾ ഞാൻ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. ഞാൻ പല വേദികളിലും പറയാറുണ്ട്. ഇപ്പം ഞാൻ കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്ത് ജനിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പിന്നീട് സിനിമയിൽ ടെലിവിഷനിലൊക്കെ വന്നതിന് ശേഷം ചില വിദേശ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയുള്ള മലയാളികൾ കഴക്കൂട്ടത്ത് ജനിച്ച പ്രേംകുമാർ എന്ന എന്നെ അവിടെയൊക്കെ വെച്ചിട്ട് പ്രേംകുമാർ എന്ന എൻ്റെ പേര് വിളിച്ചെന്നെ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഒരു അഭിനയത്തിൻ്റെ മികവോ മിടുക്കോ ഒന്നുമല്ല. അത് ഞാൻ കൈയാളുന്ന, ഞാൻ വ്യാപരിക്കുന്ന ഈ ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് മാധ്യമത്തിന്റെ അപാരമായ ശക്തി കൊണ്ടാണ് അവർ എന്നെ തിരിച്ചറിയുന്നതും എന്നോട് സ്നേഹം കാണിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം പാലഭിഷേകമൊക്കെ നടത്തുമ്പോൾ ഈ മഹാതാരങ്ങൾ ഈ ആരാധകരെ വിലക്കേണ്ടതുണ്ട്, അവർ തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ പരിമിതി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു സ്വയം ബോധ്യമുണ്ടാകണം. നമ്മുടെ പുതിയ തലമുറകളും അത് തിരിച്ചറിയണം. മഹാനടന്മാർ, മഹാകലാ സൃഷ്ടികൾ ഒക്കെ ഇവിടെ വേറെ എത്രയോ ഉണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത ഒരു അംഗീകാരം ഇതിന് കിട്ടുമ്പോൾ യഥാർത്ഥ കല എന്താണ്, കലാസൃഷ്ടി എന്താണ് എന്നൊക്കെയുള്ള, യഥാർത്ഥ സാഹിത്യം എന്താണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഉണ്ടാകണം. അതില്ലാതെ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മലയാളി ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇങ്ങനെ ഒരു തലയോ ഉയർത്തി അഭിമാനബോധത്തോടെ നിൽക്കുന്നത്, അതിനവനെ പ്രാപ്തനാക്കിയത് അവന്റെ വായനാശീലവും അവന്റെ
കലാപ്രവർത്തനങ്ങളുമൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളിയെ ശരിക്കും അവൻ്റെ ഒരു സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് എത്തിച്ചത് അവൻ്റെ ഈ വായനാശീലമാണ്. അതിൽ നിന്ന് അന്ത്യമാകുന്ന ഒരു തലമുറ, അതാണ് വർത്തമാനകാലത്ത് ഏറ്റവും വലിയ ദുരന്തമായി ഞാൻ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ പുതിയ തലമുറയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടവരെ. നമ്മുടെ സിനിമകൾ പോലും ഇന്നൊരു വലിയ ഈ ആഘോഷമാക്കി നമ്മുടെ ചെറുപ്പക്കാർ കൊണ്ടുപോകുന്ന സിനിമകളെ കുറിച്ച് പോലും നമുക്ക് വലിയ വിമർശനം, അതൊക്കെ ഞാൻ അടുത്ത കാലത്ത് ചില പരസ്യമായിട്ട് ഉന്നയിച്ച ഒരാളാണ്. നമ്മുടെ ടെലിവിഷൻ പരിപാടികളൊക്കെ ഏറ്റവും വലിയ പരമ്പരകളൊക്കെ ഏറ്റവും വലിയ ഉദാത്തമായ സൃഷ്ടികളാണെന്ന് ധരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിപ്പോൾ. സിനിമയിലൊക്കെ ഈ ക്രൂരതകളുടെയൊക്കെ വലിയ ദൃശ്യങ്ങൾ ഏറ്റവും ബീഭത്സമായി ആവിഷ്കരിക്കുകയും ആ ക്രൂരതകളും മനുഷ്യനെ ഇങ്ങനെ കൊന്നുതള്ളുന്ന, മാംസമൊക്കെ ഇങ്ങനെ തെറിച്ച് രക്തവുമൊക്കെ തെറിച്ച് വീഴുന്ന ഇങ്ങനെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കാണിക്കുന്ന അത്തരം ദൃശ്യങ്ങളൊക്കെ വലിയ ആഘോഷമായി സിനിമകളിൽ അത് കാണിക്കുകയും അത് ഏറ്റെടുക്കുന്ന പുതിയ തലമുറ ജീവിതത്തിൽ പോലും അത് പകർത്താൻ മത്സരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലർ പറയുന്നത് ഇതൊന്നും മനുഷ്യനെ സ്വാധീനിക്കില്ലെന്ന, സിനിമയും സാഹിത്യമൊന്നും അതൊന്നും മനുഷ്യനെ സ്വാധീനിക്കുന്നതല്ലെന്ന. അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കലാദർശനം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കുകയും ആ മനുഷ്യ മനസ്സിലെ എല്ലാ കുടിലതകളും ദുഷ്ടതകളും ഒക്കെ നീക്കം ചെയ്ത് മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് കലയിലൂടെ സംഭവിക്കുന്നത്. അത് കേവലം രസോൽപത്തി മാത്രമല്ല, രസം ഉൽപ്പാദിപ്പിക്കൽ മാത്രമല്ല, വിനോദ ഉപാധി മാത്രമല്ല കല, സാഹിത്യം എന്നൊക്കെ തന്നെയാണ്. അതിലൊക്കെ ഉപരി മനുഷ്യനെ നന്മയിലും കാരുണ്യത്തിലും സഹജീവി സ്നേഹത്തിലേക്കുമൊക്കെ നയിക്കാൻ ശക്തമായ, മനസ്സുകളെ വലിയ പരിവർത്തനത്തിന് വിധേയമാക്കാൻ ശക്തിയുള്ളതാണ് കല എന്നതാണ് അരിസ്റ്റോട്ടിൽ. അതാണ് കത്താർസിസ് എന്നൊക്കെ പറയുന്ന അരിസ്റ്റോട്ടിലിന്റെ ദർശനം തന്നെ. മനുഷ്യനെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ അത് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല വെറും ഒരു വിനോദ ഉപാധി മാത്രമല്ല, അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയായി മാറുമ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ടാകുന്നത്, ആ ദൗത്യം തന്നെ പൂർണ്ണമാകുന്നത്. കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം ഈ സമൂഹത്തിന് നൽകണം എന്നൊന്നും ഞാൻ പറയില്ല. ഇനി ഒരുപക്ഷെ സന്ദേശങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ പോലും അപകടമൊന്നുമില്ല. സന്ദേശം നൽകാൻ കലാകാരൻ പോസ്റ്റ്മാൻ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ വലിയ കൊട്ടേഷൻസ് ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു സന്ദേശം കലയിലൂടെ, സാഹിത്യത്തിലൂടെ ഈ സമൂഹത്തിന് നൽകുന്നു എങ്കിൽ ആ സന്ദേശം അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം. അത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതാകണം, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്നതാകണം. അത് മനുഷ്യനെ ശരിയിലേക്കും സത്യത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടാൻ പ്രാപ്തനാക്കുന്നതാക്കണം. തെറ്റായ ഒരു സന്ദേശവും കലയിലൂടെ, സാഹിത്യത്തിലൂടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളിപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വല്ലാതെ ഉത്കണ്ഠപ്പെടുന്ന ഒരു കാലമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വല്ലാത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലവും തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാസിസ്റ്റുകളൊക്കെ ഏറ്റവും അധികം ഭയക്കുന്നത് കലയെയും സാഹിത്യത്തെയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കലാകാരന്റെ, സാഹിത്യകാരന്റെ എല്ലാ ആവിഷ്കാരങ്ങൾക്ക് മേലും തീർച്ചയായും വിലക്കുകളും വിലങ്ങുകളും നിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം കലാകാരന്, സാഹിത്യകാരൻ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ തന്നെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്തും ആവിഷ്കരിക്കാം, എങ്ങനെയും ആവിഷ്കരിക്കാം എന്ന ഒരു ചിന്തയിലേക്ക് അത് പോകാനും പാടില്ല. ചില ഔചിത്യപൂർണമായ അതിരുകൾ സ്വയം കലാസാഹിത്യ പ്രവർത്തകർ നിശ്ചയിക്കേണ്ടതുണ്ട്, സ്വയം നിശ്ചയിക്കേണ്ടതുണ്ട്. അത്തരം ഒരു തിരിച്ചറിവിലൂടെ തന്നെയാകണം അത്തരം പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്, കലാപ്രവർത്തനങ്ങൾ. കാര്യം കല കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. ആ സമൂഹത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വേണം കലയിലൂടെ ഒരു സംവേദനം സാധ്യമാക്കേണ്ടത്. ആ സമൂഹത്തെ ശരിയിലേക്ക് നയിക്കുന്നതാകണം. ഒരിക്കലും ഒരു പകയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രചാരകരായി കലാപ്രവർത്തകർ മാറാൻ പാടില്ല. കലയെന്ന് പറയുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതല്ല, അത് മനുഷ്യരെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഭിന്നിച്ചു നിൽക്കുന്നവരെ പോലും ഒന്നിപ്പിക്കാൻ അതിനുള്ള ഏറ്റവും വലിയൊരു ഔഷധമാണ് കല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ
കലാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സാഹിത്യ പ്രവർത്തനമായാലും അത് വളരെ ഔചിത്യപൂർണമായി വിവേകപൂർണമായി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് അത് കാണേണ്ടത്. അങ്ങനെ തന്നെയാകണം. അത് അപാരമായ ഭാവന ആവശ്യമുള്ള ഒന്നാണ് ഈ കലാപ്രവർത്തനം എന്ന് പറയുന്നതും സാഹിത്യ പ്രവർത്തനവും എന്ന് പറയുന്നത്. ഒരു പുസ്തകം എഴുതണമെങ്കിൽ, നല്ലൊരു പുസ്തകം എഴുതണമെങ്കിൽ, ഒരു മികച്ച പുസ്തകം എഴുതണമെങ്കിൽ 9 പുസ്തകങ്ങൾ എഴുതാനുള്ള പദസമ്പത്ത്, ആശയസമ്പത്ത്, ആത്മീയ സമ്പത്ത്, അനുഭവ സമ്പത്ത്, അറിവിന്റെ സമ്പത്ത് ഒക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അങ്ങനെ രചിക്കപ്പെടുന്ന ഒരു പുസ്തകം മാത്രമേ ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക നിർമ്മിതിയായി മാറുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വലിയ ഭാവന ആവശ്യമുള്ളതാണ്. നമ്മുടെ ഈ രചന ഇപ്പൊ അങ്ങനെ ഒരു വേദി കൂടി ആയതുകൊണ്ട് ഈ എഴുത്തെന്നൊക്കെ പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. ഈ ഭാവന ഇപ്പോ സതീഷ് പോലെയുള്ള അല്ലെങ്കിൽ മഹാ എഴുത്തുകാരൊക്കെ കഥകളൊക്കെ എഴുതുമ്പോൾ നമ്മളത് വായിച്ചങ്ങ് പോകും. പക്ഷേ ഭാവന എന്ന് പറയുന്ന ഒരു വലിയ ഘടക. ഭാവനയെക്കുറിച്ച് വൈലോപ്പള്ളി പറഞ്ഞിട്ടുള്ളൊരു നിർവചനമുണ്ട്. അത് ഒരു വളപ്പൊട്ട് വഴിയിൽ കിടന്ന് കണ്ടാൽ ചിലരത് കണ്ടാലും കാണാത്തത് പോലെ അങ്ങ് പോകും, ചവിട്ടിക്കിടന്നങ്ങ് പോകും. പക്ഷെ ചിലർ അത് കയ്യിലെടുത്തൊന്ന് നോക്കി ഉപേക്ഷിക്കും. പക്ഷെ വേറെ ചിലരുണ്ട്, അവർ ഈ വളപ്പൊട്ടെടുത്തിട്ട് ഈ വളപ്പൊട്ടിൽ നിന്നും പൂർണ്ണമായ ഒരു വള അവർ ഭാവനയിൽ കാണും. ആ വളയണിഞ്ഞ ഒരു സുന്ദരിയുടെ കരാങ്കുലി അവർ ഭാവനയിൽ സൃഷ്ടിക്കും. ആ സുന്ദരി അണിഞ്ഞിരിക്കുന്ന വളകളുടെ കിലുക്കം, അതിലൂടെ ആ ഒരു സുന്ദരിയുടെ പൂർണ്ണമായ ഒരു രൂപം, ആ സുന്ദരിയുടെ ഒരു പൂർണ്ണമായ ജീവിതം, ആ സ്ത്രീയുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ, മനസ്സിന്റെ സങ്കീർണതകൾ, ഇങ്ങനെയെല്ലാം ഭാവനയിൽ കണ്ട് അതിലൂടെ ഒരു വലിയൊരു ജീവിത ആഖ്യാനം നിർവഹിക്കാൻ ഭാവനാസമ്പന്നരായ വ്യക്തിത്വങ്ങൾക്ക് കഴിയും. അവരാണ് കവികളും കലാകാരന്മാരും, അവരാണ് വലിയ എഴുത്തുകാരും ഒക്കെയായി മാറുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വഴിയിൽ വീണ് കിടത്തുന്ന ഒരു പൂവിനെ കണ്ടിട്ട് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര